ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 12 ചാപ്റ്റർ 7 ആയിട്ടുള്ള ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. നമുക്ക് 3 മെയിൻ ടോപ്പിക്സ് ഉണ്ട്. ഒന്ന് ആൽക്കഹോൾ, ഫീനോൾ, ഈതർ. അല്ല, ആൽക്കഹോളിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ നോക്കും. ബാക്കി ഒന്നിലും ക്ലാസിഫിക്കേഷൻ ഇല്ല. ബാക്കിയെല്ലാം സിമിലറാണ്. അതായത് നോമൻക്ലേച്ചർ, പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ റിയാക്ഷൻസ്, ഇതെല്ലാത്തിൻ്റെയും നോക്കണം നമുക്ക്. ആൽക്കഹോളിൻ്റെ ആയാലും ഫീനോളിൻ്റെ ആയാലും ഈതറിൻ്റെ ആയാലും നമുക്കത് പഠിക്കാനുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ മാത്രം ആൽക്കഹോളിൻ്റെ ബേസ് ചെയ്തിട്ട് നോക്കും. ബാക്കിയുള്ളവർക്ക് ബാക്കി വരുന്ന 4 കോമൺ ആണ്. പിന്നെ നമുക്ക് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആൽക്കഹോൾസും കൂടി നോക്കാനുണ്ട്. സോ ഇനി നമ്മൾ ഈ ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതർ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രോ നോക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഈ കമ്പൗണ്ട്സിനൊരു കോമൺ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഓക്സിജൻ വന്നൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ആൽക്കഹോൾസിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പാണ്. ഓക്കെ, ഈതറിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ O ആണ്. ഇവിടെ എന്തെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ, ഈ R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ആൽക്കഹോൾസ് ആണെങ്കിൽ ഇങ്ങനെ, എറൈലാണെങ്കിൽ ഇങ്ങനെ. എന്തായാലും OH ഗ്രൂപ്പാണ് ആരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്? ആൽക്കഹോൾസിൻ്റെയും ഫീനോൾസിൻ്റെയും ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഈ ROH, അതായത് ആൽക്കഹോൾ അറ്റാച്ച് ടു ആൻ OH ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ആൽക്കഹോളാണ്. ഓക്കെ, ആൻഡ് ഇഫ് എറൈൽ ഗ്രൂപ്പാണ് OH ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഫീനോളാണ്. ബിക്കോസ് ഒരു ബെൻസീൻ സ്ട്രക്ചറിലേക്ക് OH കയറുകയാണ്, അപ്പോൾ അത് ഫീനോളാണ്. ഇനി ROR ആണെങ്കിൽ അതാണ് എന്ത്? ഈഥർ. സോ ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഓക്സിജനും ഈ ഓക്സിജനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണും തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് ആവുന്ന കമ്പൗണ്ട്സാണ് ഇവരെല്ലാവരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. അതായത് നമ്മുടെ മീഥെയിൻ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ മീഥെയിനിലേക്ക് ആൽക്കഹോൾ കയറുമ്പോഴാണ് നമുക്ക് മെത്തനോൾ കിട്ടുന്നത്. ഓക്കെ, സോ മീഥെയിൻ പ്ലസ് ആൽക്കഹോളാണ് എന്ത് പറഞ്ഞാൽ മെത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മീഥെയിൻ എന്താ? CH4 ആണ് അല്ലേ? ആൻഡ് ആൽക്കഹോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് OH ഗ്രൂപ്പ്. ഓക്കെ, സോ നമ്മൾ ഇത് വരയ്ക്കുകയാണെങ്കിൽ കാർബൺ 4 ബോണ്ടുണ്ട് ഹൈഡ്രജനായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ ഹൈഡ്രജനിൽ ഇപ്പോൾ കാർബണിന് 4 ഹൈഡ്രജൻ ഉണ്ടല്ലോ ചുറ്റിനുമായിട്ട്. ഇപ്പോൾ 4 ബോണ്ട് ഓഫ് കാർബൺ ഉണ്ട്. അതിൽ ഓരോ ബോണ്ടും ഹൈഡ്രജൻ ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. അതിൽ ഏതെങ്കിലും ഒരു ബോണ്ടിലെ ഹൈഡ്രജനെ റിമൂവ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഈ ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് നമ്മൾ അവിടേക്ക് OH ഗ്രൂപ്പിനെ കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ട്? കാർബൺ ഉണ്ടല്ലേ, കാർബൺ നടുവിലുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടുത്തെ ലൈക്ക് റൈറ്റ് സൈഡിലത്തെ ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് നമ്മൾ ഈ OH ഗ്രൂപ്പിനെ കയറ്റുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതെന്തായി? CH3OH ആയില്ലേ? അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് എന്താണ്? സിംഗിൾ ബോണ്ടാണ്. ഇത് ഇൻ ദ കേസ് ഓഫ് നോർമൽ ആൽക്കഹോൾ. ഇത് ആൽക്കഹോളിൻ്റെ കേസ്. ഇത് നമുക്ക് ഫീനോൾ എടുത്ത് നോക്കാം. ഫീനോൾ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഫീനോളിൻ്റെ കേസ് കേട്ടോ. ഫീനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറൈൽ ഗ്രൂപ്പിലേക്ക് OH അറ്റാച്ച് ചെയ്യുമ്പോൾ അല്ലേ, OH എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഫീനോൾ ആവുന്നത്. അപ്പോൾ ഫീനോൾക്ക് നമ്മൾക്ക് ഇങ്ങനെയുണ്ട്. ഇതാണല്ലോ ബെൻസീൻ ഗ്രൂപ്പാണല്ലോ, അവിടേക്ക് OH അറ്റാച്ച് ചെയ്തപ്പോഴാണ് എന്താ ഫീനോളായത്. അപ്പോൾ ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഉള്ളത് കാർബണാണ് അല്ലേ, കാർബണാണ്. ഇവിടെ കാർബൺ, ഇവിടെ കാർബൺ, ഇവിടെയൊക്കെ മൊത്തം കാർബണാണ്. ആൻഡ് എന്താ പറയുക, അപ്പം ഈ നടുവിൽ ഈ സർക്കിൾ ഇല്ലെങ്കിൽ നടുവിൽ ആ സർക്കിൾ ഇല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡബിൾ ബോൺസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഇവിടെ ഒരു കാർബൺ ഉണ്ട്. അപ്പോൾ ആ കാർബണും ഈ ഓക്സിജനും ആയിട്ടുള്ള ബോണ്ട് എന്താണ്? സിംഗിൾ ബോണ്ടാണ് അല്ലേ. ഒരൊറ്റ ബോണ്ടുള്ളൂ, ഡബിൾ ബോണ്ടല്ല, സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ഫീനോളിൻ്റെ കേസും നമ്മളങ്ങനെ പ്രൂവ് ചെയ്തു. ഇനി നമുക്കറിയാനുള്ളത് ഈഥറാണ്. അപ്പോൾ ഈഥർ എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈഥറിൻ്റെ കേസാണ് പറയണേ. സിമ്പിൾ എക്സാമ്പിൾ തന്നെ എടുക്കാം. CH3OCH3. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കാം. അതായത് 3 ഹൈഡ്രജനാണ് ആൻഡ് ഇവിടെ ഓക്സിജൻ. അപ്പോൾ കാർബണിൻ്റെ 4 ബോണ്ട് ഒക്യുപ്പൈഡ് ആയിട്ടോ. പിന്നെ ഓക്സിജൻ്റെ അപ്പുറത്തെ കയ്യിൽ കാർബൺ, പിന്നെ 3 ഹൈഡ്രജൻ.
അപ്പോൾ ഈ കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് നോക്കൂ, ഈ ഒരു ബോണ്ട് അത് സിംഗിൾ ബോണ്ടല്ലേ. അതുപോലെ തന്നെ ഈ കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് നോക്കൂ, അതും സിംഗിൾ ബോണ്ടല്ലേ. അപ്പോൾ കാർബൺ ഓക്സിജൻ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ ബോണ്ടാണ്. അങ്ങനെയുള്ള കമ്പൗണ്ട്സാണ് ആൽക്കഹോളായാലും ഫിനോളായാലും ഈതറായാലും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കാർബൺ ഓക്സിജൻ ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. അങ്ങനെയുള്ള കമ്പൗണ്ട്സാണ് ഇവർ മൂന്നും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണെന്ത്, ആൽക്കഹോൾ ഫീനോൾസ് ആണെങ്കിൽ അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് OH ആണ്, അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ആൻഡ് ഈതറിലെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഈ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഓക്കെ, അത് ഓക്സി ഗ്രൂപ്പ് എന്ന് പറയാം. അതിൻ്റെ ഇവിടെ രച്ചുണ്ടായിരുന്നെങ്കിൽ ഹൈഡ്രോക്സി ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളിലാണെങ്കിൽ OH ഗ്രൂപ്പ് ബോണ്ട് ചെയ്യുന്നത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പായിരിക്കും, അതായത് ROH ആയിരിക്കും. ഈ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ CH3 ആവാം, അല്ലെങ്കിൽ CH3CH2 ആവാം. ഓക്കെ, അങ്ങനെ ആൽക്കൈൽ ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ഇത്ര വരെ പഠിച്ചതിൽ എന്താണ് ആൽക്കൈൽ, എന്തായാലും അറിയാവുന്നത്, ഏതാണ് ആൽക്കൈൽ ഏതാ അറയൽ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്നും ബേസിക്കായിട്ട് അറിഞ്ഞിട്ടാണ് എന്തായാലും നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടി വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മുമ്പത്തെ ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അധികം ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ചാപ്റ്ററിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ്, ആൽക്കഹോളിൽ നോക്കുകയാണെങ്കിൽ ആൽക്കഹോളിനെയും ഫീനോളിനെയും ഡിഫറെൻ്റ് ആക്കുന്നത് എന്താണ്? രണ്ടിനും സിമിലർ ആക്കുന്ന കാര്യം എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്, ഹൈഡ്രോക്സി ഗ്രൂപ്പാണ് അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. എന്നാൽ ഇവരെയൊക്കെ ഡിഫറെൻ്റ് ആക്കുന്നത് ആൽക്കഹോളും, അങ്ങനെയാ വെച്ചാൽ നമുക്ക് പറയാമല്ലോ ആൽക്കഹോളും ഫീനോളും ഒരുപോലെയാണെന്ന്. പക്ഷെ അല്ല. എന്തുകൊണ്ടാണ്? കാരണം ആൽക്കഹോളിൻ്റെ ഈ OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് ആവുന്നത് ആരായിട്ടാണ്? ആൽക്കൈൽ ഗ്രൂപ്പായിട്ടാണ്. ഓക്കെ, ആൽക്കൈൽ ഗ്രൂപ്പ്. എന്നാൽ ഫീനോൾസിൽ അത് അറ്റാച്ച്ഡ് ആവുന്നത് എറൈൽ ഗ്രൂപ്പായിട്ടാണ്. ഫീനോൾസിൽ അറ്റാച്ച്ഡ് ആവുന്നത് എറൈൽ ഗ്രൂപ്പായിട്ട്, അതായത് ഇങ്ങനെ ഇരിക്കും. ഒരു ബെൻസീൻ റിങ്ങുമലൊക്കെയാണ് OH ഗ്രൂപ്പ് കയറുന്നത്. ഇവിടെ എറൈൽ ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പിലൊക്കെയാണ് OH കയറുന്നത്. അതാണ് ആൽക്കഹോൾസ്, ഇതാണ് ഫീനോൾ. ഓക്കെ, ക്ലിയർ ആയി വരും. ഇനി നമുക്ക് ആൽക്കഹോൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പോൾ OH ഗ്രൂപ്പിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് നമുക്ക് എന്താക്കി തരംതിരിക്കാം? 4ആയിട്ട് ആൽക്കഹോൾസിനെ ഡിവൈഡ് ചെയ്യാം. മോണോഹൈഡ്രിക്, ഡൈഹൈഡ്രിക്, ട്രൈഹൈഡ്രിക്, പോളിഹൈഡ്രിക്. മോണോഹൈഡ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ OH ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ. ഡൈഹൈഡ്രിക് എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ടാവും. ട്രൈഹൈഡ്രിക് 3 എണ്ണം. പോളിഹൈഡ്രിക് എന്ന് പറഞ്ഞാൽ അപ്പോൾ മോർ ദാൻ 3. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ എക്സാമ്പിൾസ് വരുന്നത്, നമ്മളൊരു മോണോഹൈഡ്രിക് ആൽക്കഹോളാണ് എടുക്കണതെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് മൊത്തം ആൽക്കഹോളിൻ്റെ കാര്യമാണ്. ഇനി മോണോഹൈഡ്രിക് ആൽക്കഹോളാണ് എടുക്കുന്നത്, വിച്ച് മീൻസ് ഒരു OH ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ, ആണല്ലോ. അപ്പോൾ നമ്മൾ സിമ്പിൾ കേസ് എടുക്കാം, മെഥനോൾ. ഇപ്പോൾ നേരത്തെ എടുത്ത മെഥനോൾ. അതിൽ മീഥേനിൽ ഒരു ഹൈഡ്രജൻ പോയി, മീഥേനിൽ എന്തുണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ, ഒരു കാർബണുമാണ്. അപ്പോൾ അതിൽ ഒരു ഹൈഡ്രജൻ പോയി OH കയറുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? മെഥനോൾ ഉണ്ടാകുന്നത്, അതായത് CH3OH ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു OH ഗ്രൂപ്പ് അല്ലേ ഉള്ളൂ, ഒരു OH ഗ്രൂപ്പ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതെന്താ? മോണോഹൈഡ്രിക് ആണ്. ഇനി അടുത്തത് എഥനോൾ. എഥനോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ CH3CH2OH ആണ്. ലൈക്ക് ഇതെങ്ങനെയാണ് വന്നത്? ആദ്യം CH3 എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഈഥെയിൻ. ആ ഈഥെയിനിൽ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് എന്ത് വന്നു? ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് അവിടെ ഒരു ഹൈഡ്രജൻ മാറ്റിയപ്പോൾ 2 ഹൈഡ്രജൻ ബാക്കി വന്നു, അവിടെ OH ഗ്രൂപ്പ് കയറി. അങ്ങനെയാണ് എഥനോൾ ആയത് അല്ലേ. ഓക്കെ, അപ്പം അവിടെയും എന്താണ് നമ്മൾ കാണുന്നത്? അവിടെയും ഒരു OH ഗ്രൂപ്പേ ഉള്ളൂ. അപ്പോൾ അതും എന്താണ്? മോണോഹൈഡ്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ CH2 ഇവിടെ OH, ഇവിടെ OH. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇത് മോണോഹൈഡ്രിക് ആണോ അതോ ഡൈഹൈഡ്രിക് ആണോ? മോണോ ആണോ ഡൈ ആണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എത്ര OH ഉണ്ട്? OHൻ്റെ കണക്കനുസരിച്ചിട്ടാണ് മോണോ ആണോ ഡൈ ആണോ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എത്ര OH ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ അതെന്താ? ഡൈഹൈഡ്രിക്. ഓക്കെ, ഇതാണ് ഡൈഹൈഡ്രിക്കിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, ഇനി ട്രൈഹൈഡ്രിക്കിൻ്റെ എക്സാമ്പിൾ ഇതുപോലെ പറയുകയാണെങ്കിൽ എന്തുണ്ടായിരിക്കും? 3 എണ്ണം ഉണ്ടായിരിക്കും. ഈ സെയിം കാര്യമാണ് ഇവിടെ എഴുതിക്കുന്നത്. നമ്മുടെ ഒരു OH ഗ്രൂപ്പുള്ള എക്സാമ്പിൾസാണ് മെത്തനോളും എത്തനോളും. 2 എണ്ണമുള്ളതാണ് ഈഥൈൽ ഗ്ലൈക്കോൾ, 3 എന്നുള്ളതാണ് ഗ്ലിസറോൾ. ഓക്കെ, ഇനി നമുക്ക് ഈ മോണോഹൈഡ്രിക്കിന് തന്നെ
അതിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അതായത് OH ഗ്രൂപ്പ് ഏത് തരത്തിലുള്ള കാർബൺ, എന്ത് ഹൈബ്രിഡൈസേഷനുള്ള കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യണമെന്നുള്ളതിൻ്റെ ബേസിസിൽ നമുക്ക് മോണോഹൈഡ്രിക് ആൽക്കഹോൾസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഈ OH ബോണ്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കുന്നത് ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണെങ്കിൽ അങ്ങനൊരു ഡിവിഷൻ, sp2 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ അത് വേറെ ഡിവിഷൻ. ഓക്കെ, അപ്പം OH ഗ്രൂപ്പ് അറ്റാച്ച് ടു ആൻ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്, അതാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു OH ഗ്രൂപ്പ് sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ളൊരു കാർബണിലൊക്കെയാണ്, ഈ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇങ്ങനത്തെ കമ്പൗണ്ട്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ? പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി ആയിട്ട്. ഓക്കെ, ഇങ്ങനത്തെ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന OHനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തു, പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി. ഓക്കെ, അത് നമ്മൾ നോക്കാം. ഇനി എല്ലലിക് ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യണു ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. ആ കാർബൺ ഉണ്ടാവുന്നത് ഒരു കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ അടുത്തായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 OH. അപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ഇത് ആരുമേലേക്ക് അറ്റാച്ച് ചെയ്യണു? ഒരു കാർബൺ, sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആണല്ലോ, സിംഗിൾ ബോണ്ടഡ് അല്ലെല്ലാം. നോക്കിക്കഴിഞ്ഞാൽ OH, ഈ കാർബൺ, 2 ഹൈഡ്രജൻ, ഇതിവിടെ വരണം, ഒരു ഹൈഡ്രജൻ, 2 ബോണ്ട്, ഒരു കാർബൺ, 2 ഹൈഡ്രജൻ. ഇങ്ങനെയാണല്ലോ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ എന്താണ് നോക്കുമ്പോൾ നമ്മുടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, അതായത് ഈ കാർബൺ തന്നെയാണ് ഈ കാർബണും, ഇവർ രണ്ടാളും സിമിലറാണ്, ഈ 2 കാർബൺസും സിമിലറാണ്. അപ്പോൾ അതെന്ത് ഹൈബ്രിഡൈസേഷനാണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, എല്ലാ ബോണ്ടും സിംഗിൾ ബോണ്ടഡ് ആണ്. എന്നാൽ ആ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അടുത്ത കാർബൺ, ഈ കാർബൺ എന്താണ്? ഡബിൾ ബോണ്ടഡ് ആണ്, അതായത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp2 ഹൈബ്രിഡൈസേഷൻ്റെ കാര്യം വിടൂ, ഡബിൾ ബോണ്ടഡ് ആണ്. അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന OH ഗ്രൂപ്പ്, നമ്മുടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, അതിൻ്റെ അപ്പുറത്തുള്ള കാർബൺ, ആ കാർബൺ ഡബിൾ ബോണ്ടഡ് കാർബൺ ആണെങ്കിൽ അത് വരുന്ന കാറ്റഗറിയാണ് എന്ത്? എല്ലലിക് ആൽക്കഹോൾ. ഓക്കെ, നോക്കൂ, എല്ലലിക് ആൽക്കഹോളാണ്. OH ഗ്രൂപ്പ് ഇസ് അറ്റാച്ച് ടു എൻ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ നെക്സ്റ്റ് ടു കാർബൺ ഡബിൾ ബോണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ഇത്. ഓക്കെ, ഇനി ബെൻസിലിക് ആൽക്കഹോൾ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന OH ഗ്രൂപ്പ് ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിരിക്കും, പക്ഷെ അതിൻ്റെ അടുത്തൊരു അരോമാറ്റിക് റിങ് ഉണ്ടായിരിക്കും. അതായത് ഇത് ഇങ്ങനൊരു ബെൻസീൻ റിങ് നമ്മളെടുത്തു, ആ ബെൻസീൻ റിങ്ങിൽ ഒരു കാർബൺ ഉണ്ടല്ലോ, ഇവിടെ എന്തെങ്കിലും CH2 OH ഇങ്ങനെ വരികയാണെങ്കിൽ അതാണ് ബെൻസിലിക് ആൽക്കഹോൾ. ഫോർ എക്സാമ്പിൾ ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ബെൻസീൻ റിങ് എടുത്തു, ഈ ബെൻസീൻ റിങ്ങുമ്മൽ ഉണ്ടാവും ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഈ കാർബൺ വേറൊരു കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്, അതാണ് CH2, ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന OH. അപ്പോൾ നമ്മുടെ OH ഗ്രൂപ്പ് ഒരു കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതെന്താണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, കാരണം അതിൻ്റെ എല്ലാ ബോണ്ടും സിംഗിൾ ബോണ്ടഡ് ആണ്. എന്നാൽ ആ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണല്ലോ, ഇതെന്താണ്? ഒരു അരോമാറ്റിക് റിങ്ങിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബൺ അല്ലേ? സോ അതെന്താണ്? അത് ബെൻസിലിക് ആൽക്കഹോളാവും, ആ കാറ്റഗറിയിലേക്ക് പോകും. ഓക്കെ, സോ ഇസ് ദാറ്റ് ക്ലിയർ? എല്ലലിക്കും ബെൻസിലിക്കും ഡൗട്ട് മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അപ്പോൾ എല്ലലിക്കും ബെൻസിലിക്കും പ്രൈമറിയോ സെക്കൻഡറിയോ ടെർഷ്യറിയോ ആവാം കേട്ടോ. ഓക്കെ, ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും വരാം. ഇനി sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബണിലേക്ക് നമ്മുടെ OH അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിവിഷൻ വരുന്നത്. അത് വിനൈൽ ആൽക്കഹോൾ ആവാം അല്ലെങ്കിൽ ഫീനോൾ ആവാം. ഓക്കെ, വിനൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ CH2 CHOH, നമ്മൾ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്, അതൊരു കാർബൺ കമ്പൗണ്ടിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതൊരു ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്ത് പറഞ്ഞാൽ വിനൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ. ഫീനോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയറക്റ്റ് ഒരു റിങ്ങുമ്മലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള OH ഗ്രൂപ്പ്. ഓക്കെ, ഇനി നമുക്ക് ആൽക്കഹോൾസിൻ്റെ നോമൻക്ലേച്ചറിലേക്ക് കിടക്കാം. അപ്പോൾ നോമൻക്ലേച്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 തരത്തിൽ നെയിം ചെയ്യാം, ഒന്ന് കോമൺ നെയിമും പിന്നെ ഒന്ന് IUPAC നെയിമും. അപ്പോൾ കോമൺ നെയിം ആണെങ്കിൽ നമ്മൾക്കൊരു വേർഡ് റൂട്ട് ഉണ്ടായിരിക്കും, ലൈക്ക് ആ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേരുണ്ടായിരിക്കും, ആ പേരിൻ്റെ ഒപ്പം വയൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് കോമൺ നെയിം.
ഫോർ എക്സാമ്പിൾ മീഥൈൽ ആൽക്കഹോൾ. മീഥെയിൻ എന്ന് പറയുന്നതായിരുന്നു അവരുടെ ഫാമിലി നെയിം. വേർഡ് റൂട്ട് എന്ന് പറയുന്നത് മീഥെയിനാണ്. ആ മീഥെയിനിൽ YL ആൽക്കഹോളിന് ആഡ് ചെയ്തപ്പോഴാണ് എന്ത് വന്നത്? മീഥൈൽ ആൽക്കഹോളിന് വന്നത് ആണല്ലോ. ഇനി അതുപോലെ IUPAC നെയിം. IUPAC നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കെയിൻ്റെ മാറ്റിയിട്ട് ഓൾ കയറ്റുന്നതാണ് IUPAC നെയിം. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ ആൽക്കനോൾ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം മീഥെയിൻ്റെ കാര്യം തന്നെ എടുത്തു എന്ന് വിചാരിക്കും. അപ്പം മീഥെയിനിൽ കോമൺ നെയിമും IUPAC നെയിമും എങ്ങനെ വരും എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കോമൺ നെയിം ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? കോമൺ നെയിം ആണെങ്കിൽ വേർഡ് റൂട്ട് പ്ലസ് YL ആൽക്കഹോൾ എന്നാണ്. ഇതാണ് കോമൺ നെയിം വരുന്നത്. ഓക്കെ, കോമൺ നെയിം ഇത് കാറ്റഗറിയാണ്. ആൻഡ് നമ്മുടെ ആൽക്കെയിനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന് പകരം ഓൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് IUPAC നെയിം എന്ന് പറഞ്ഞു ആണല്ലോ. അപ്പം മീഥെയിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മീഥെയിനിൽ കോമൺ നെയിം ആകുമ്പോൾ നമുക്ക് ഈ മീഥെയിൻ്റെ കോമൺ നെയിം ആകുമ്പോൾ ഇതാണ് സംഭവം. വേർഡ് റൂട്ട് അതായത് മീഥെയിൻ്റെ ഒപ്പം YL ആൽക്കഹോൾ എന്ന് പറയാം. അതായത് മീഥെയിനിൽ ANE കട്ട് ചെയ്യുക, എന്നിട്ട് മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ അതെന്തായി? കോമൺ നെയിമായി. ഓക്കെ, നേരെ മറിച്ച് ഇപ്പോൾ ഈ മീഥെയിൻ എടുത്തു, ഈ മീഥെയിനിൽ മാത്രം കട്ട് ചെയ്തു, എന്നിട്ട് മീഥെയിൻ കട്ട് ചെയ്തു കേട്ടോ, ഓൾ ഗെറ്റ് മെഥനോളായി. അതാണ് IUPAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് ഈഥെയിൻ നോക്കാം. ഈഥെയിൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കോമൺ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേർഡ് റൂട്ട് പ്ലസ് YL ആൽക്കഹോൾ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ വേർഡ് റൂട്ട് എന്താണ്? ഈഥെയിനാണ്. അതിൽ ANE ക്യാൻസൽ ചെയ്തു, അപ്പോൾ ഈഥൈൽ ആൽക്കഹോൾ എന്ന് വന്നു. ഓക്കെ, ആൻഡ് അതിൻ്റെ IUPAC നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ക്യാൻസൽ ചെയ്യാനാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഓൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായി? എത്താൻ വരെ കറക്റ്റാണ്, ഓൾ. ഓക്കെ, എത്തനോൾ. ഇതാണ് ഡിഫറൻസ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. നമ്മൾ ആദ്യം CH3OH എടുത്തു, മീഥെയിനാണല്ലോ, മീഥെയിൻ്റെ ആളാണ്. അപ്പോൾ കോമൺ നെയിം എന്താണ്? ഒരു കാർബണുള്ള കമ്പൗണ്ടാണ്. സോ മീഥെയിനാണ്. അതിൽ ANE കളഞ്ഞിട്ട് YL ആൽക്കഹോൾ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് കോമൺ നെയിം കിട്ടിയത്. അതാണ് മീഥൈൽ ആൽക്കഹോൾ. IUPAC നെയിം എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം മാറ്റി ഓൾ കയറ്റുക, മെഥനോൾ. അതുപോലെ 2 കാർബണുള്ള കമ്പൗണ്ടാണ് ഈഥെയിൻ. അതിലേക്ക് നമ്മുടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോമൺ നെയിം മീഥൈൽ ആൽക്കഹോളിൽ നിന്നും IUPAC നെയിം എഥനോളിൽ നിന്നും കിട്ടും. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും. പിന്നെ ഇത് നമുക്കറിയാലോ, ഐസോ കമ്പൗണ്ടാണ്. ഐസോ എങ്ങനെ വരുന്നു, സെക്കൻഡറി എങ്ങനെ വരുന്നു, ടെർട്ട് എങ്ങനെ വരുന്നു, നിയോ എങ്ങനെ വരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അക്കോർഡിംഗ്ലി നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓരോന്നിൻ്റെയും കോമൺ നെയിമും IUPAC നെയിമും മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ.